ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു ബോക്സാണ്, സ്റ്റോറേജ് ബോക്സാണ്. ഇത് കണ്ടാൽ ഒരു ബുക്ക് പോലെ തോന്നുള്ളൂ, ഒരു മിനി ബുക്ക് പോലെ തോന്നുന്നുള്ളൂ. ഇത് നമ്മുടെ ഡെസ്കിലൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ഐറ്റംസ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സാണ്. ഇത് ഇങ്ങനെ ബുക്ക് അടുക്കി വെക്കുന്ന പോലെ നമ്മുടെ ഡെസ്കിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ഡെസ്ക് വളരെ ക്യൂട്ടായിട്ടിരിക്കും. ഇപ്പോൾ എല്ലാവരും ഇപ്പം എസ്തെറ്റിക് ക്യൂട്ട് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റോറേജ് ബോക്സൊക്കെ ഉണ്ടാക്കി വെക്കുക കേട്ടോ നമ്മുടെ ഡെസ്കിലൊക്കെ അടിപൊളിയായിട്ട്. പിന്നെ അതുണ്ടാക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി എടുത്തേക്കുന്നത് ഫസ്റ്റ് നമ്മൾ ആ ബോക്സിൻ്റെ ഉള്ളിലുള്ള ആ സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു A4 സൈസ് പേപ്പർ ഷീറ്റാണ് എടുത്തേക്കുന്നത്. കളർ ഷീറ്റാണ് വ്യത്യാസമുള്ളൂ. അത് രണ്ടായിട്ട് മടക്കിയെടുത്തു. അത് അങ്ങനെയാണ് മടക്കിയിട്ട് അത് 2 കഷ്ണങ്ങളായിട്ട് എടുത്തു. ആ 2 കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ബോക്സ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അതിൻ്റെ പുറംചട്ട ഉണ്ടാക്കിയത് ഒറ്റ A4 സൈസ് കളർ പേപ്പറാണെന്ന് വ്യത്യാസമുള്ളൂ. A4 സൈസിൻ്റെ കളർ പേപ്പർ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. അല്ലാതെ പ്രത്യേക അളവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, കറക്റ്റാവും. ഞാൻ ഉണ്ടാക്കിയതല്ലേ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ട് കൈക്ക് ഒരു ആക്സിഡൻറ്റ് എന്നും പറയാം. ചെറുതായിട്ട് എൻ്റെ 2 വിരലിന് ഒരു ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. എല്ലിന് ചെറുതായിട്ടൊരു ഒടിവല്ല, ഒരു ഫ്രാക്ചർ ചെറുതായിട്ടൊന്ന് ചിന്നിയിട്ടുണ്ട്. അതുകാരണം കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നു. എന്നാലും നമ്മുടെ വീഡിയോ ചെയ്യും, കാരണം എനിക്കിഷ്ടമാണ് നിങ്ങളോട് സംസാരിക്കാനും വീഡിയോ ചെയ്യാനൊക്കെ. അത് കൈ ഒരു വശം പോകും, നമ്മുടെ വീഡിയോകൾ ഒരു വശം നടക്കും. അല്ലാണ്ട് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ രാവിലെ ഇന്ന് സാധാരണ ദിവസം പോലെ ഇന്നൊരു ദിവസം ആകെ ശോകമുഖമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇച്ചിരി വേദന നിറഞ്ഞൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. രാവിലെ കുഞ്ഞുമായിട്ട് ചെറുതായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. വേറെ ഒന്നുമല്ല, അവൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ചെറിയ വേദന എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയതാണ്. പക്ഷേ പോണ വഴിക്ക് ബസ്സിലിരുന്ന് പുള്ളി ശരിക്കങ്ങ് ഒമിറ്റ് ചെയ്ത് എൻ്റെ ദേഹത്തും കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു വന്ന് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വീണ്ടും ഒന്ന് പുറത്ത് പോയപ്പം ചെറുതായിട്ട് വണ്ടി ഒന്ന് ക്രാഷായി. കയ്യിലെ ചെറിയൊരു പരിക്കൊക്കെ പറ്റി. സാരമില്ല, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ അല്ലേ. പിന്നെ ഇന്ന് എന്താ പ്രത്യേകിച്ച് കഥ പറയാനായിട്ട് ഒരു മൂടൊന്നും ഇല്ല. എന്നാലും നമുക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടേ. എൻ്റെ സംസാരം അങ്ങ് നിന്ന് പോയാൽ ഞാൻ വീണ്ടും മൗനിയായി പോയാലോ. എന്നെ സംസാരിക്കാനും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളാണ്. അപ്പം നിങ്ങൾ ഓരോ വിഷയങ്ങൾ എനിക്ക് തരുവാണെങ്കിൽ വീണ്ടും സംസാരിക്കായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ബുക്കല്ലേ, ബുക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് കുട്ടിക്കാലമാണ്. കുട്ടിക്കാലത്ത് വെക്കേഷനൊക്കെ ഞങ്ങളൊക്കെ ആണെങ്കിൽ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കതൊന്നും അറിയില്ല. ഞങ്ങളൊക്കെ വീട്ടിൽ അല്പം ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നത് കാരണം വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കാറാകുന്നിടത്ത് നമ്മൾ ഈ ആക്രി സാധനങ്ങൾ എടുക്കാൻ ഒരു ചേച്ചി സ്ഥിരം വരും. അപ്പം നമ്മളറിയാം. അപ്പം നമ്മൾ പിള്ളേർ എന്ത് ചെയ്യുന്നറിയാമോ, ഈ പറമ്പിലൊക്കെ കാണുന്ന കുപ്പിച്ചിലും പാട്ടയൊക്കെ അവരടിക്കുകയല്ലായിരിക്കും. എന്നാലും നമുക്ക് ഒരു ഇച്ചിരി പൈസ കിട്ടുമെന്ന് കേസായിട്ടായത് കാരണം പഴയ ബുക്കുകളും എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചേക്കും. അവർ വരാൻ കാത്തിരിക്കും. അപ്പം നമുക്ക് കുറച്ച് പൈസ കിട്ടും. ആ പൈസ വെച്ച് ബുക്ക് വാങ്ങാനായിട്ട് കൊതിയോടെ നിന്നിരുന്നൊരു കുട്ടിക്കാലമാണ്. ഇന്ന് പലതരം ബാഗും കുടയും സാധന സാമഗ്രികളും ഒക്കെ ആയിട്ട് ആഘോഷമായ ഒരു സ്കൂളിൽ പോകാൻ നേരത്ത് എനിക്കിന്നും ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളായിരുന്നു. നമ്മളിങ്ങനെ നോക്കിയിരിക്കും, ആക്രിക്കാർ വരാനായിട്ട് നോക്കിയിരിക്കും. ചിലപ്പം പൊട്ടിയ കുപ്പിച്ചിലൊക്കെ ആയിരിക്കും അപ്പുറത്തും ഇപ്പുറത്തും പറമ്പൊഴി പറക്കി ഇങ്ങനെ കൂട്ടി വയ്ക്കുമ്പോൾ കുറച്ച് പഴയ ബുക്കും പുസ്തകമൊക്കെ എടുത്തു വെച്ചേക്കും. ഇതൊക്കെ കൊടുക്കാൻ നേരത്ത് നമുക്ക് തുച്ഛമായ തുക കിട്ടുള്ളൂ. എങ്കിലും അത് നമ്മൾ അധ്വാനിച്ച്, അതിൽ കുഞ്ഞിനെ തന്നെ നമ്മൾ തപ്പിപ്പറക്കി ഉണ്ടാക്കിയേക്കണ ഒരു പൈസ കയ്യിൽ കുറച്ച് പൈസ നമ്മുടെ കൈ കിട്ടാൻ നേരത്ത് നമുക്കൊരു സന്തോഷം ആയിരുന്നു. അതൊക്കെയാണ് സ്കൂൾ തുറക്കാൻ നേരത്ത് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്നൊക്കെ ഞങ്ങൾ കാറ്റഗീസത്തിന് പോകാൻ നേരത്ത് ഓരോ ക്ലാസ്സിൻ്റെ കാഴ്ചവെപ്പെന്ന് പറയുന്നത് അതെല്ലാവർക്കും അറിയാമോയെന്നറിയില്ല. ഈ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് കാഴ്ചവെപ്പെന്നുള്ള ഒരു ഇതായിരുന്നു. ഓരോ ക്ലാസ്സിൻ്റെ ഓരോ ദിവസത്തെ കുർബാന. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ബുക്കും അന്ന് ആ കാലത്ത് അച്ഛന്മാരൊക്കെ പറയുമായിരുന്നു കാഴ്ച വെക്കേണ്ടത് ഈ ബുക്കുകൾ കാഴ്ച വെക്കണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കാറാകുന്ന നേരത്ത് അച്ഛന്മാരിങ്ങനെ പറയും ബുക്ക് ആവശ്യമുള്ളവരൊക്കെ വരാൻ പറയും.
പള്ളിമേട വരാൻ പറയും. അപ്പം ഞങ്ങളൊക്കെ ഓടിച്ചെല്ലാൻ നേരത്ത് നമുക്ക് ആ കാഴ്ചവെപ്പിന് ആ ഒരു വർഷം പല ക്ലാസ്സിലെ പിള്ളേരിങ്ങനെ ഒരു കുട്ടി ചിലപ്പം ഒരു ബുക്കോ 2 ബുക്കോ ചിലപ്പോൾ ഒത്തിരി പൈസ ഉള്ളവർ ഒരു 5-6 ബുക്കൊക്കെ ഒരുമിച്ച് കാഴ്ചവെപ്പിനൊക്കെ കൊടുക്കും. അങ്ങനെ ആ അച്ഛൻ്റെ മൊഴിയിലൊക്കെ ഒത്തിരി ബുക്കിങ്ങനെ അടുക്കി വെച്ചത്. അപ്പം ഞങ്ങളിങ്ങനെ പിള്ളേർ ചെല്ലാൻ നേരത്ത് കൈ നിറയെ ബുക്കിങ്ങനെ വാരിത്തരും. ഇതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ സ്കൂൾ ഓർമ്മകൾ. നിങ്ങൾക്ക് ഇതുപോലെ സന്തോഷകരമായ ഓർമ്മകൾ കാണുമായിരിക്കും. പിന്നെ നമ്മൾ ബുക്ക് പൊതിയൽ ഒരു വലിയൊരു ചടങ്ങാണ്. നമുക്കന്ന് ഈ ബ്രൗൺ പേപ്പർ വാങ്ങാനുള്ള പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ കലണ്ടർ ഒരു വർഷം കഴിയുന്നേരത്ത് കലണ്ടർ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കും. ആ കലണ്ടർ നമ്മൾ കിടക്കുന്ന പായയുടെ അടിയിലിങ്ങനെ നമ്മളിങ്ങനെ മടങ്ങി പോകാതെ ആ വർഷത്തെ കലണ്ടർ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് സ്കൂൾ തുറക്കാറാകുന്നത് അത് പയ്യെ പൊടി തട്ടി എടുത്ത് അത് വെച്ച് ബുക്കൊക്കെ ഇങ്ങനെ പൊതിയും. സ്കൂൾ ബുക്ക് കിട്ടിയ അതിനകത്ത് അതങ്ങ് പൊതിഞ്ഞ്. പക്ഷേ നെയിം സ്ലിപ്പ് ഞാൻ പണ്ടും വാങ്ങുമായിരുന്നു. എന്നിട്ട് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് എന്നിട്ട് ആ ബുക്ക് ഇങ്ങനെ തുറന്ന് വിടർത്തി ഇങ്ങനെ കുടുകുടാന്നങ്ങ് വിടർത്തിയിട്ട് ഇങ്ങനെ മണക്കും. പുതിയ ബുക്കിൻ്റെ മണം. അയ്യോ, ഇപ്പോഴും മൂക്കിൽ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് അതൊക്കെ. പിന്നെ ഈ സ്കൂൾ തുറക്കാൻ നേരത്താണ് മഴയും ചറപറ വരുന്നത്. മഴയത്ത് പുത്തൻ യൂണിഫോമൊക്കെ നനഞ്ഞ് കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരു സ്കൂളിൽ പോക്കിൻ്റെ കാര്യം ഓർക്കാൻ നേരത്ത് നമുക്ക് അയ്യോ, ആ വേനൽക്കാലത്ത് അവധിക്കാലത്ത് ചൂട് പിടിച്ച് നമ്മൾ കിടന്നുറങ്ങണത്. പക്ഷേ ആ സ്കൂൾ തുറക്കാൻ നേരത്ത് മഴ വരുന്നത്. അപ്പോൾ തണുപ്പത്ത് മൂടി പൊതിച്ച് കിടക്കാൻ കൊതി ഒരു വശേ. അപ്പോഴേക്കും സ്കൂളും തുറന്ന് മഴയത്ത് സ്കൂളിൽ ബാഗും കുടയൊക്കെ നനഞ്ഞ് കുളിച്ച് സ്കൂളിൽ ചെന്ന് കയറണം. പിന്നെ നനഞ്ഞ് ബെഞ്ചിലിരിക്കുന്നതും അത് കഴിഞ്ഞ് കുട ഉണക്കാനായിട്ട് എല്ലാവരുടെയും ഒരു തത്രപ്പാട്. വരാന്തകളിലും ക്ലാസ് റൂമിലൊക്കെ ഇങ്ങനെ കുട നിവർത്തി വെക്കും. ക്ലാസ് റൂമിൽ വെക്കുന്നത് ടീച്ചേഴ്സ് വഴക്ക് പറയും. ചിലരാണെങ്കിൽ പുതിയ കുടയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തുള്ളി കളിച്ച് പോണത്. അങ്ങനെയൊക്കെ ഒരു ഓർമ്മ തന്നെയായിരുന്നു അന്നത്തെ കാലം. ഇന്ന് സ്കൂൾ ബസ് ആയത് കാരണം നനയാതെയും ഒക്കെ ഇന്നത്തെ കുട്ടികൾക്ക് ഒത്തിരി സൗകര്യങ്ങളുണ്ട്. കാരണം അങ്ങനെ നനയേണ്ട കാര്യം വരുന്നില്ല. വീടിൻ്റെ ഫ്രണ്ടിൽ സ്കൂൾ ബസ് നിർത്തും, നേരെ സ്കൂളിൽ ചെന്നിറങ്ങും. ഞങ്ങളൊക്കെ ഇങ്ങനെ കുടയും കുട്ടികളെല്ലാവരും കൂടെ കൂട്ടങ്ങ് കൂടി കഥയും ഒക്കെ പറഞ്ഞ് നനഞ്ഞ് കുളിച്ച് ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ചത്തെ അവധിയായിരിക്കും. പറഞ്ഞിട്ട് തീരണല്ലോ. പിന്നെ എനിക്ക് ഓർമ്മ തന്നെ വെള്ളപ്പൊക്കം കഴിഞ്ഞ് സ്കൂളിലോട്ട് ചെല്ലാൻ നേരത്താണ്. നമ്മളിങ്ങനെ സ്കൂളിൽ ചെല്ലാൻ നേരത്ത് പാവം ഇങ്ങനെ ഒത്തിരി പേര് വെള്ളപ്പൊക്കം കാരണം നമ്മുടെ സ്കൂളിലൊക്കെ താമസിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നത് നമുക്ക് ഒത്തിരി സങ്കടം തോന്നുന്ന കാഴ്ചയാണ്. അവരിങ്ങനെ അടുപ്പ് കൂട്ടി ഫുഡ് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ അവിടെ കാണാൻ സാധിക്കും. അവർ ഉറങ്ങിയതിൻ്റെതും കഴിച്ചതിൻ്റെ അവശിഷ്ടമൊക്കെ. അപ്പോൾ ഞാനൊക്കെ ഓർക്കും, ദൈവമേ, നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാ, വീട്ടിൽ വെള്ളം കയറാതെ സുരക്ഷിതമായി കിടക്കാൻ പറ്റും. അവരെയൊക്കെ സംബന്ധിച്ച് ഒരു 2-3 മഴ പെയ്ത് ചെയ്യാൻ നേരത്ത് ഓടിപ്പിടിച്ച് അവരുടെ സാധനങ്ങളും സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്കൂൾ വഴിയൊക്കെ താമസിക്കുക എന്ന് പറയുന്നത് എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ കൊച്ചു സൗകര്യങ്ങൾക്കും ഒക്കെ നമ്മൾ പരാതി എല്ലാത്തിനും നമ്മൾ പരാതി പറയാതെ കിട്ടിയ കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സ് വേണം, അല്ലേ? എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഞാൻ എപ്പോഴും ഭയങ്കര പരാതി, എനിക്ക് അതില്ല ഇതില്ല മറ്റതില്ല മറിച്ചില്ല. അപ്പം നമ്മൾ കണ്ണ് തുറന്ന് വെളിയിലോട്ടൊന്ന് മറ്റുള്ളവരെ നോക്കാൻ നേരത്ത് നമ്മളെക്കാളും ഒന്നുമില്ലാത്ത ഒത്തിരി ആളുകളുള്ള ഈ ലോകത്തിൽ നമ്മൾ ഒത്തിരി ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, ബൈ.